ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉണ്ടല്ലോ ഇന്നേ നമ്മളൊരു വലിയ ഓപ്പറേഷൻ റൺ ചെയ്യാൻ പോണ ദിവസം കേട്ടോ. ഓപ്പറേഷൻ വാർഡ്രോബ് ക്ലീനിങ് അല്ലെങ്കിൽ അലമാര വൃത്തിയാക്കൽ. ഞാൻ ഒറ്റയ്ക്കേ അല്ല കേട്ടോ, എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഷെൽഫ് ക്ലീൻ ചെയ്യുമ്പം ചേച്ചി 3 ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലത്തെ പ്രധാന പയ്യൻസിൻ്റെ വാർഡ്രോബാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യണത്. നോക്കിയപ്പോൾ ഉണ്ടല്ലോ തല ചുറ്റിയില്ലാന്നേ ഉള്ളൂ. കാരണം പെയറില്ലാത്ത സോക്സ്, അങ്ങനെ പലതും ജാമ്പോൻ്റെ കാലത്തുള്ള സംഭവങ്ങളടക്കം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇതിപ്പോൾ ഞാൻ മടക്കുന്നതല്ല, ചേച്ചി മടക്കി വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അഭിനയിക്കുന്ന കേട്ടോ. ഇതിപ്പോൾ ഈ പില്ലോ കവർ അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു ഞാൻ ആലോചിക്കണം. എന്താ പ്രശ്നം വെച്ചാൽ ഓരോ ദിവസം ഓരോരുത്തരായിരിക്കും ഇത് മടക്കി എടുത്ത് വയ്ക്കുന്നത്. ഇവന്മാർക്ക് അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്നാലും ഞാൻ അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കും കേട്ടോ. അവർ തെറ്റിച്ച് വെച്ചാലും ഞാൻ വീണ്ടും പണി കൊടുക്കും. അല്ലെങ്കിലും വീട്ടുപണി ഇപ്പോൾ നമ്മളൊരു സോളോ അസൈൻമെൻ്റ് ആക്കി എടുത്തിട്ട് അല്ലെങ്കിൽ സോളോ പെർഫോമൻസ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ടീം വർക്ക് ആക്കി എടുക്കണം. വീട്ടിലെല്ലാവരും ഒരേപോലെ മനസ്സ് വെച്ചാൽ തന്നെ വീട് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുട്ടികളൊക്കെ ചെയ്യുന്നതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അയ്യോ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതൊരിക്കലും വെക്കരുത്. കാരണം ഇതിപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ വല്ല ഗപ്പും കിട്ടാൻ പോകുന്നുണ്ടോ? ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ പോലും അവർ കഴിച്ച പ്ലേറ്റ് അവരെന്നെ കഴുകി വെക്കണം എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഞാൻ. കാരണം അതൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും കൊണ്ടുപോയ ടിഫിൻ അത് വൃത്തിയായിട്ടില്ലെങ്കിലും രണ്ടാമത് നമുക്ക് കഴുകേണ്ടി വന്നാലും അവരെ കൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ മൊത്തം ഡെലിഗേഷൻസിലാണ് ഈ വീട് നടന്നു പോകണമെന്നർത്ഥം. എന്ന് വെച്ച് നമുക്ക് പണിയില്ല എന്നല്ല കേട്ടോ. കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യണത്. പിന്നെ കുട്ടികളുടെ പഠിത്തം ബാക്കി ആഭ്യന്തര കാര്യങ്ങളൊക്കെ നമ്മളെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ചേച്ചി കട്ട് ചെയ്ത് വെച്ച വെജീസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഈസി ആയിട്ടൊരു ഫ്രൈഡ് റൈസ് അല്ല, ഒരു ചെറിയൊരു ബിരിയാണിയാണ് സെറ്റ് ചെയ്തത്. വെജിറ്റബിൾ ബിരിയാണി. ഒന്നുമില്ല, ഗരം മസാല മാത്രമേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ വെജിറ്റബിൾസിൻ്റെ അകത്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മൾ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ജോലികളെല്ലാം ചെയ്തെടുക്കാവൂ. എന്ന് വെച്ച് തടി അനങ്ങാതിരിക്കണം എന്നല്ല ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ജോലികളൊക്കെ എടുക്കുന്നത് രാവിലെ എൻ്റെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമാണ്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കൈസഹായം അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ അത് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത് കേട്ടോ.